വെളുത്തതും ധാരാളം കുഞ്ചുരോമങ്ങളുള്ളതും ഉഷിരുള്ളതുമായിരുന്നു ലെസ്ലി സാഹിബിൻ്റെ കുതിര. മൂപ്പൻ സാഹിബിൻ്റെ കാറ് കപ്പലിലാണ് വന്നിറങ്ങിയത്. മയ്യഴിയുടെ മക്കൾ അന്ന് വരെ കാറ് കണ്ടിട്ടില്ലായിരുന്നു. മുതുകിലൂടെ തീയും പുകയും തുപ്പിക്കൊണ്ട് എന്നും 2 തവണ ഒരു ബസ് മയ്യഴിയിലൂടെ കടന്നു പോകുമായിരുന്നു. രാവിലെ വടക്ക് തലശ്ശേരിക്കും വൈകുന്നേരം തിരിച്ചു തെക്ക് വടകരയ്ക്കും. ആ ബസ് കൂടാതെ മയ്യഴിയുടെ മക്കൾക്ക് കാണുവാൻ ഇടയായിട്ടുള്ള മറ്റൊരു മോട്ടോർ വാഹനം വല്ലപ്പോഴും വടകര ചന്തയ്ക്ക് പോകുകയും വരികയും ചെയ്യുന്ന ഒരു ലോറിയായിരുന്നു. കൊറമ്പിയമ്മേ, നിങ്ങൾ കാറ് കാണാൻ പോകുന്നില്ലേ? ഉടുത്തൊരുങ്ങി കാറു കാണുവാനായി തുറമുഖത്തേക്ക് പോകുകയായിരുന്നു കുഞ്ഞിച്ചിരുത. അവൾ അക്കാലത്തെ കേളി കേട്ട ഒരഭിസാരിയൊക്കെയായിരുന്നു. കുഞ്ഞിച്ചിരുതയുടെ കേളി കിഴക്ക് പോണ്ടിച്ചേരി വരെയും വടക്കു മംഗലാപുരം വരെയും പരന്നിരുന്നു. കുഞ്ഞിച്ചിരുതയുടെ ആരാധകന്മാരിൽ പ്രധാനി ന്യായാധിപനായ ദാവീദ് സാഹിബ് ആയിരുന്നു. കാർ എനിക്കും കാണണമെന്നുണ്ട് കുഞ്ഞിച്ചിരുതേ, എന്നാൽ എൻ്റെ അപ്പുറം പോരും കൊറമ്പിയമ്മേ. കുഞ്ഞിച്ചിരുത ക്ഷണിച്ചു. പക്ഷേ കുറമ്പിയമ്മ സംശയിച്ചു നിന്നു. ദാമുവിനോടൊരു വാക്ക് ചോദിക്കേണ്ടേ? കാറ് തുറമുഖത്ത് വന്നിറങ്ങി എന്നറിഞ്ഞതോടെ കുറമ്പിയമ്മയ്ക്ക് ഇരിക്കപ്പൊറുതിയില്ലാതായി. ദാമു രാവിലെ ഇറങ്ങിപ്പോയതായിരുന്നു. അവൻ വന്നിട്ട് സമ്മതം വാങ്ങിയിട്ട് വേണം പോകാൻ. ദാമുവിനെയും കാത്ത് കുറുമ്പിയമ്മ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങളും വരണില്ലേ കൊറമ്പിയമ്മേ? നിരത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞിച്ചിരുത വീണ്ടും ചോദിച്ചു. ഇനി കയറിയിരിക്കീൻ, ഇച്ചിരി ചായൻ്റെ വെള്ളം കുടിക്കീൻ, അപ്പോഴത്തേക്ക് ദാമുവും വരും. അയ്യോ, 10 മണിക്ക് ദാവീദ് സാഹിബിൻ്റെ ബംഗ്ലാവിലേക്ക് ചെല്ലേണ്ടതാ കൊറമ്പിയമ്മേ. എന്നാൽ ഇനി നടക്ക്. കുറമ്പിയമ്മ നിരാശപ്പെട്ടു. കുഞ്ഞിച്ചിരുതയ്ക്ക് എന്നും തിരക്കാണല്ലോ. ഏതോ വെള്ളക്കാരൻ സമ്മാനിച്ച സെൻറ്ററിൻ്റെ രൂക്ഷഗന്ധം പരത്തിക്കൊണ്ട് കുഞ്ഞിച്ചിരുത നടന്നകന്നു. മനസ്സു നിറയെ മൂപ്പൻ സാഹിബിൻ്റെ കാറിനെ കുറിച്ചുള്ള ഭാവനയുമായി ദാമുവിനെയും കാത്ത് കുറമ്പിയമ്മ വെളിയിൽ നോക്കിയിരിക്കുകയും